ജെഎസ് നെച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നിശാഗന്ധി പ്ലാന്റിനെ കുറിച്ച് പറയാനാണ്. നിശാഗന്ധി പ്ലാന്റ് മുമ്പ് നമ്മൾ ഈ ഒരു പ്ലാന്റ് മാറ്റി വെച്ച ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അത് ഏകദേശം വളർന്ന് വലുതായിട്ടുണ്ട്, ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അതിൻ്റെ വളപ്രയോഗം മറ്റു രീതികളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ജെഎസ് നെച്ചർ എന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിശാഗന്ധി പ്ലാന്റിൽ നിന്ന് ഫ്ലവർ ഉണ്ടാകുന്നത് രാത്രി കാലങ്ങളിലാണ്. രാത്രി മാത്രമാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ രാത്രിയുടെ രാജകുമാരി എന്നാണ് നിശാഗന്ധി ചെടിയെ പൊതുവെ അറിയപ്പെടുന്നത്. രാത്രിയിൽ ഏകദേശം ഒരു 10 മണിയോടുകൂടി വിരിയാൻ തുടങ്ങുന്ന നിശാഗന്ധി അതിൻ്റെ മാക്സിമം സുഗന്ധം വളരെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം വെളുക്കുന്നതോടുകൂടി അത് വാടിപ്പോവുകയും ചെയ്യും. ഒരു രാത്രി മാത്രമാണ് ഈ നിശാഗന്ധിയുടെ പൂവിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രശ്നമല്ല, ഏകദേശം അത് വളപ്രയോഗമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അന്ന് നമ്മൾ നട്ടിരുന്ന സമയത്ത് ഏകദേശം കരിയിലയും അതുപോലെ തന്നെ ചകിരിയൊക്കെ ഉപയോഗിച്ചാണ് വളപ്പൊടി ഉപയോഗിച്ചാണ് നമ്മൾ നട്ടിരുന്നത്. ഏകദേശം ഒരു ഭാഗത്തിലധികം നമ്മൾ കരിയില എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കരിയിലയൊക്കെ കമ്പോസ്റ്റായി വളരെ താഴ്ന്നു പോയി, മണ്ണിൽ താഴ്ന്നു പോയി മാക്സിമം വളം ഈ ഒരു പ്ലാന്റ് വലിച്ചെടുത്തു, നിശാഗന്ധി പ്ലാന്റ് വലിച്ചെടുത്തു. അതുപോലെ തന്നെ ഈ കാണപ്പെടുന്നത് അതിൽ ബ്രഹ്മിയാണ്. എവിടുന്ന് 2 തലപ്പ് കിട്ടിയതിന് മാത്രം വെച്ച് പിടിപ്പിച്ച ബ്രഹ്മിയാണ് ഈ കാണുന്നത്. അതും ഏകദേശം അതിൽ നിന്ന് വളങ്ങളെല്ലാം വലിയ തോതിൽ തന്നെ വലിച്ചെടുത്തത് കൊണ്ട് അതിൻ്റെ മണ്ണ് ഏകദേശം അടിഭാഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിരുന്ന സമയത്ത് ഏകദേശം 3/4 ഭാഗത്തോളം നമ്മൾ ഈ കരിയിലയും അതുപോലെ തന്നെ ചാണകപ്പൊടിയും ചകിരിയും മണ്ണൊക്കെ യൂസ് ചെയ്ത് 3/4 ഭാഗത്തോളം ചട്ടിയിൽ നിറച്ചിരുന്നു. ഇപ്പോൾ ഏകദേശം അത് 1/4 ഭാഗത്തിലേക്ക് താന്നിരിക്കുകയാണ് ഈ മണ്ണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് അതിൽ വളപ്രയോഗം ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ചെടി വളരുക എന്നൊരു വളപ്രയോഗം മാത്രമാണ് ചെയ്ത് കൊടുക്കേണ്ടത്. ചെടി വളരാനുള്ള വളപ്രയോഗമാണ് ഇപ്പോൾ ചെയ്ത് കൊടുക്കേണ്ടത്. ഏകദേശം ഇത് പൂവ് വിരിയാനായിട്ടില്ല, പൂവ് വിരിയാൻ ഇനിയും സമയമുണ്ട്. അപ്പോൾ നമുക്ക് ചെടിയെ വളർത്തിയെടുക്കലാണ് ഇപ്പോഴത്തെ ആവശ്യം. ഈ ചെടിച്ചട്ടിയിലെ മണ്ണ് താഴ്ന്നത് കൊണ്ടും അതുപോലെ തന്നെ അതിലെ വളങ്ങളൊക്കെ തീർന്നത് കൊണ്ടുമാണെന്ന് തോന്നുന്നു നിശാഗന്ധിയുടെ മുകൾ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുതിയതായിട്ട് വേരുകൾ പൊട്ടി മുളക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് കാരണം എന്താ വെച്ചാൽ അത് പുതിയ വളങ്ങളൊക്കെ തേടി പോവുക, പുതിയ മണ്ണൊക്കെ തേടി പോകാൻ തോന്നുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു സമയത്താണ് അതിന് വളപ്രയോഗം ചെയ്തു കൊടുക്കേണ്ടത്. മാത്രമല്ല ഇത്രത്തോളം ബ്രഹ്മി നന്നായിട്ട് വളർന്നത് കൊണ്ട് തന്നെ അതും മാക്സിമം അതിൽ നിന്ന് വളങ്ങളൊക്കെ വലിച്ചെടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് അതിന് വളപ്രയോഗം ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ചെടികളുടെ വളർച്ചയ്ക്കൊക്കെ ഏറ്റവും നല്ല നൈട്രജൻ വളം എന്ന് പറയുന്നത് ചാണകപ്പൊടിയാണ്. അപ്പോൾ നമ്മളിവിടെ ഇന്ന് ഇട്ട് കൊടുക്കുന്നതും ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ കരിയിലയുമാണ് ഇന്ന് ഇവിടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 2-3 പിടി മാത്രമാണ് ഈ ഒരു ചെടിച്ചട്ടിയിലേക്ക് ചാണകപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ കരിയിലയിട്ട് മൂടി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മണ്ണും കൂടി ഇട്ട് മൂടുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു 3/4 ഭാഗത്തോളം നമ്മൾ ഇപ്പോഴും ഇതുപോലെ തന്നെ നിറച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു പ്ലാന്റിൽ നിന്ന് ഇനിയും ഏകദേശം ഒരുപാട് ഇലകൾ വരാനുണ്ട്. ഏകദേശം ഒരുപാട് ഇലകൾ വന്നത് കുറച്ചുകൂടെ ഒക്കെ വലുതായതിന് ശേഷം മാത്രമേ പൂ വിരിയാനുള്ള ചാൻസ് ഉള്ളൂ. ഇനിയും ഒരുപാട് ഈ പ്ലാന്റ് വളരാനുണ്ട്. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കരിയിലൊക്കെ യൂസ് ചെയ്യുന്നത് കാരണം ഇനി ആ ഒരു ഏകദേശം ഒരു 2 മാസം 3 മാസം കഴിയുമ്പോഴേക്കും ഈ കരിയിലൊക്കെ വീണ്ടും പഴയതുപോലെ തന്നെ കമ്പോസ്റ്റായി ചെടിയൊക്കെ മാക്സിമം വലിച്ചെടുത്ത് വീണ്ടും ഈ മണ്ണ് താഴ്ന്ന രൂപത്തിലാവും. അപ്പോൾ വീണ്ടും നമുക്ക് വളപ്രയോഗം ചെയ്തു കൊടുക്കാനാവും. ഏകദേശം ഇനി ചെടിയൊക്കെ നന്നായിട്ട് വളർന്നതിന് ശേഷം ഇനിയും മണ്ണ് താഴ്ന്ന സമയത്ത് നമുക്ക് പൂക്കൾ ഉണ്ടാകാനുള്ള അതിനുള്ള ഫോർമാലിറ്റിക്ക് വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം കരിയിലും ചാണകപ്പൊടിയൊക്കെ നിറച്ചതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് കനം കുറഞ്ഞ രീതിയിൽ മാത്രം മണ്ണും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എങ്കിൽ മാത്രമാണ് നമ്മൾ നനച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ഒരു മണ്ണും വളവും ചേർന്നിട്ട് ഈ കരിയിലയെ കമ്പോസ്റ്റ് രൂപത്തിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇനിയും ഈ താഴ്ന്ന സമയത്ത് നമുക്ക് ഇനിയും വളപ്രയോഗം ചെയ്തു കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൃഷിയെ ഇഷ്ടപ്പെടുന്ന, പൂക്കളെ ഇഷ്ടപ്പെടുന്ന, ചെടിയെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യാനും മറക്കല്ലേ.